ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസ് സബ്രോനിൽ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഒരു യുവാവായ ന്യായപ്രമാണി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നല്ലവനായ ഗുരു, നിത്യജീവൻ സമ്പാദിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കർത്താവ് അവനോട് പറയുന്നുണ്ട്, നീ കൽപ്പനകൾ പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഉടനെ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കൽപ്പനകൾ പാലിച്ചാണ് ജീവിക്കുക. കർത്താവ് അവനിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഏറ്റവും ദുഃഖിതനായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയി. കാരണം അവൻ ധനികനായിരുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ ധനികനായ യുവാവിന്റെ പ്രശ്നം? എന്താണ് കുറവ്? ആർക്കും കൊടുക്കാത്ത, ആരുമായി പങ്കുവെക്കാത്ത ഒരു സമ്പാദ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളത് കൂടിയാണ്, മറ്റുള്ളവരെ കരുതാനുള്ളത് കൂടിയാണ്. എന്തിനാണ് ദൈവം നമുക്ക് ആവശ്യത്തിലധികം പണവും ആവശ്യത്തിലധികം അറിവും ഒക്കെ പകർന്നു തരുന്നത്? പ്രിയപ്പെട്ടവരെ, അത് നമ്മളിൽ തന്നെ ഒതുക്കി വെക്കാതെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുവാൻ, അത് നമ്മളിലേക്ക് തന്നെ ഒതുക്കി വെക്കുമ്പോൾ അത് സ്വാർത്ഥതയുടെ ഇടമായി തീരും. എന്നാൽ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ ഇടമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും പങ്കുവെക്കുന്ന ഇടമാണ്, പങ്കുവെക്കേണ്ട അനുഭവമാണ്. യേശുക്രിസ്തു തന്റെ ജീവിതം അനേകർക്കായി സമർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് നമുക്കിടയാകട്ടെ. സുറിയാനി പിതാക്കന്മാരുടെ പാരമ്പര്യം നോക്കുമ്പോൾ മോർ ബസേലിയോസ്, വലിയവനായ മോർ ബസേലിയോസ്, അദ്ദേഹം തനിക്കുള്ള സമ്പാദ്യങ്ങളെല്ലാം ഇതാ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അദ്ദേഹം പരിത്യാഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി സന്യാസം സ്വീകരിക്കുന്നു എന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് സ്വരുക്കൂട്ടിയെടുക്കാം. ക്രിസ്തുവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നതും നിനക്കുള്ളതിനെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ സമ്പാദ്യം. അതിന് ഈ വചനഭാഗമിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.